1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യം വന്നെത്തി. ബ്രിട്ടീഷ് രാജിൻ്റെയും സ്വതന്ത്ര ഇന്ത്യയുടെയും തലസ്ഥാനമായ ഡൽഹിയിൽ ഓഗസ്റ്റ് 14 അർദ്ധരാത്രി തന്നെ ഔപചാരിക ചടങ്ങുകൾ ആരംഭിച്ചു. ഓഗസ്റ്റ് 15 നല്ല ദിവസമല്ലെന്ന് ജ്യോതിഷികൾ വിധിച്ചതിനാലാണ് അങ്ങനെ ആഘോഷങ്ങൾ 14-ാം തീയതി തന്നെ തുടങ്ങാൻ തീരുമാനമായത്. പുതിയ രാജ്യത്തിനായി ഭരണഘടന ഉണ്ടാക്കാനായി 1946 മുതൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പ്രാതിനിധ്യ സഭ, അതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതിൻ്റെ പ്രത്യേക സമ്മേളനത്തോടെയാണ് സ്വതന്ത്ര പരിപാടികൾ ആരംഭിച്ചത്. കുംഭാകൃതിയിൽ ഉയർന്ന മേൽക്കൂരയുള്ള പാർലമെൻറ്റിൻ്റെ തളത്തിലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മുറിയാകെ ഉജ്ജ്വല പ്രകാശം, നിറയെ കൊടികൾ. ഇവയിൽ ചിലതൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ ബ്രിട്ടീഷ് വൈസ്രോയിമാരുടെ ചിത്രങ്ങൾ പേറിയിരുന്ന ചട്ടക്കൂടുകൾക്കിടയിലാണ് തിരികെ വെക്കപ്പെട്ടിരിക്കുന്നത്. ദേശസ്നേഹഗീതമായ വന്ദേമാതരം ചൊല്ലിയും ഇന്ത്യയിലും ഇതര ദേശങ്ങളിലും സ്വാതന്ത്ര്യത്തിനായുള്ള പ്രക്ഷോഭങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മകൾക്കായി 2 മിനിറ്റ് മൗനം പാലിച്ചും രാത്രി 11 മണിക്ക് പരിപാടികളുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ദേശീയ പതാക സമർപ്പിച്ചതോടെയാണ് ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. ദേശസ്നേഹഗീതത്തിനും പതാക സമർപ്പണത്തിനും ഇടയിലായിരുന്നു ആ 3 പ്രധാന പ്രസംഗങ്ങളുണ്ടായിരുന്നത്. ഒന്നാമത്തെ പ്രസംഗം ചൗധരി ഖാലിഖ് ഉസ്മാൻ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള ന്യൂനപക്ഷത്തിൻ്റെ കൂർ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ പ്രാസംഗികൻ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. പ്രസംഗ പാടവം പൗരസ്ത്യ പാശ്ചാത്യ സമ്മേളനങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും പേരിലാണ് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസംഗിക്കാൻ നിയോഗിച്ച 3-ാമത്തെയാൾ നെഹ്റു ആയിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു അന്നത്തെ പ്രസംഗത്തിലെ താരവും. നെഹ്റുവിൻ്റെ പ്രസംഗം വികാരഭരിതവും അലങ്കാര സമൃദ്ധവുമായിരുന്നു. നായികമണി അർദ്ധരാത്രി 12 അടിക്കുമ്പോൾ ലോകം അഗാധ നിദ്രയിൽ അമർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുന്നു എന്ന് പറഞ്ഞാണ് നെഹ്റുവിൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. നെഹ്റുവിൻ്റെ ഓരോ വാക്കും വികാരഭരിതമായിരുന്നു. അർദ്ധരാത്രി പരിപാടികൾക്ക് ശേഷം ജവഹർലാൽ നെഹ്റു തൻ്റെ മന്ത്രിമാരുടെ പട്ടികയുമായി ഗവർണർ ജനറലിനെ കാണാൻ ചെന്നു. ഗവർണർ ജനറലിന് തൻ്റെ മന്ത്രിമാരുടെ പട്ടികയുള്ള കവർ കൈമാറി. പ്രധാനമന്ത്രി നെഹ്റുവിന് പുറമെ 13 മന്ത്രിമാർ ആ പട്ടികയിൽ ഉണ്ടായിരുന്നു. ദേശീയവാദികളിൽ കേമന്മാരായിരുന്ന വല്ലഭായ് പട്ടേൽ, മൗലാന അബുൽ കലാം ആസാദ്, കോൺഗ്രസ്സുകാരിൽ 4 പേർ, വാണിജ്യരംഗത്ത് നിന്ന് 2 പ്രതിനിധികൾ, സിഖുകാരുടെ 1 പ്രതിനിധി, 3 പേർ കോൺഗ്രസിൻ്റെ ആജന്മ ശത്രുക്കൾ എന്നിവർ ആ പട്ടികയിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല ധനകാര്യ വിദഗ്ധനായ മദ്രാസുകാരനായ ബിസിനസ്സുകാരൻ RK ഷൺമുഖൻ ഷെട്ടി, ഒന്നാന്തരം നിയമപണ്ഡിതനും ജാതി വ്യവസ്ഥയുടെ ക്രൂരതകൾക്കെതിരെ നിരന്തരം പോരാടിയ BR അംബേദ്കർ, ഹിന്ദു മഹാസഭക്കാരനായ ബംഗാളി രാഷ്ട്രീയ നേതാവ് ശ്യാം പ്രസാദ് മുഖർജി എന്നിവരായിരുന്നു കോൺഗ്രസിനെ നിരന്തരം വിമർശിച്ചിരുന്ന വ്യക്തികളായിട്ട് പോലും മന്ത്രിസഭയിൽ ഉൾപ്പെട്ടവർ. എല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് നെഹ്റു തൻ്റെ മന്ത്രിസഭയിൽ ഇവരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് 15 രാവിലെ മുതൽ കാര്യപരിപാടികൾ ആരംഭിച്ചു. ആദ്യത്തെ കാര്യപരിപാടി ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ സത്യപ്രതിജ്ഞയായിരുന്നു. കഴിഞ്ഞ രാത്രി വരെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ ഈ ദിവസം മുതൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാവിലെ 8:30 ഗവർണർ ജനറലിൻ്റെ സത്യപ്രതിജ്ഞ. അതിനുശേഷം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞകൾ നടന്നു. രാവിലെ 9:40 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് മന്ത്രിമാരുടെ ഘോഷയാത്രയുണ്ടായി. 9:50 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് സ്റ്റേറ്റ് ബഹുമതികളോട് കൂടിയ സഞ്ചാരം. 9:55 ഗവർണർ ജനറലിന് രാജകീയ സല്യൂട്ട്. 10:30 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ദേശീയ പതാക ഉയർത്തൽ. 10:35 ഗവൺമെൻറ് ഹൗസിലേക്ക് സ്റ്റേറ്റ് ബഹുമതികളോട് കൂടിയ സഞ്ചാരം. പിന്നെ വൈകുന്നേരമാണ് പരിപാടികൾ നടക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യ ഗേറ്റിൽ പതാക ഉയർത്തൽ ആഘോഷം. 7 മണിക്ക് ദീപാലങ്കാരം. 7:45 വെടിക്കെട്ട്. 8:45 ഗവൺമെൻറ് ഹൗസിൽ ഔദ്യോഗിക വിരുന്ന്. 10:55 ഗവൺമെൻറ് ഹൗസിലെ സ്വീകരണം. ഇത്രയുമായിരുന്നു ഓഗസ്റ്റ് 15 കാര്യപരിപാടികൾ. ഇന്ത്യയിലുടനീളം ഭരണകൂടവും പൗരന്മാരും സ്വാതന്ത്ര്യത്തിൻ്റെ ആഗമനം ആഹ്ലാദത്തോടെ കൊണ്ടാടി. ഡൽഹി നഗരത്തിൽ മാത്രം 300ഓളം പതാക ഉയർത്തൽ ചടങ്ങുകൾ നടന്നു എന്നാണ് റിപ്പോർട്ട്. രാജ്യത്തിൻ്റെ വാണിജ്യ കേന്ദ്രമായ ബോംബെയിൽ താജ് ഹോട്ടലിൻ്റെ മുന്നിൽ ഗംഭീര വിരുന്നൊരുക്കി. ഹിന്ദു പുണ്യനഗരമായ വാരണാസിയിൽ
ദേശീയ പതാക ഉയർത്തിയത് ഒരു മുസ്ലിമാണ് എന്നതും ശ്രദ്ധേയമാണ്. ഷില്ലോങ്ങിൽ ഗവർണറുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ 4 യുവാക്കളാണ് പതാക ഉയർത്തിയത്. 2 ഹിന്ദു യുവാക്കളും 2 മുസ്ലിം യുവതികളുമാണ് പതാക ഉയർത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായ കൊൽക്കത്തയിൽ വലിയ ആഘോഷങ്ങളാണ് നടന്നത്. അങ്ങനെ ഇന്ത്യയുടെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തി. വീടുകളും കെട്ടിടങ്ങളും പതാകകളും തോരണങ്ങളും കൊണ്ട് നിറഞ്ഞു. എല്ലായിടത്തും ദീപാലങ്കാരങ്ങളും പലതരം വസ്ത്രങ്ങൾ അണിഞ്ഞ മനുഷ്യരും ചേർന്ന് മിഠായിയും ലഡുവും വിതരണം ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന എല്ലാ പ്രദേശങ്ങളിലും ആബാലവൃദ്ധം ജനങ്ങൾ വലിയ രീതിയിലാണ് സ്വാതന്ത്ര്യം ആഘോഷിച്ചത്. രാജ്യം മുഴുവൻ അണപൊട്ടി ഒഴുകിയ ഉത്സവാഘോഷങ്ങളിൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അന്ന് കൊൽക്കത്തയിലായിരുന്നു. അവിടെയും പതാകകൾ ഉയർത്താനുള്ള ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അന്നേ ദിവസം ഗാന്ധി അടയാളപ്പെടുത്തിയത് 24 മണിക്കൂറും നിരാഹാരപാത്രം അനുഷ്ഠിച്ചാണ്. താൻ ഇത്രയും കാലം ഏതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ പോരാടിയത്, ആ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം വിഭജനം എന്നുകൂടിയായി. കഴിഞ്ഞ 12 മാസങ്ങളായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തുടർച്ചയായി കലാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം 1946 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ അക്രമങ്ങൾ മുതൽ തുടങ്ങിയതാണ് ഈ കലാപത്തിൻ്റെ തുടർച്ച. കലാപം ആരംഭിക്കുമ്പോൾ ജിന്നയും ലീഗും ആഗ്രഹിച്ചത് 2 സമുദായങ്ങളും തമ്മിൽ കൂടുതൽ അകലണം എന്നായിരുന്നു. അങ്ങനെ ഒരു ധ്രുവീകരണം നടന്നാൽ അത് ഇന്ത്യയെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടലുകൾ. അവരുടെ കണക്കുകൂട്ടലുകൾ അങ്ങേയറ്റം വിജയിച്ചു. 1946 മുതൽ ഒരു വർഷമായി രക്തച്ചൊരിച്ചിൽ ശക്തമായിരുന്നു. അക്രമം കണ്ട് മിണ്ടാതിരിക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. ബംഗാളിലെ ഗ്രാമങ്ങളിൽ നിന്ന് ആദ്യ റിപ്പോർട്ടുകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹം മറ്റെല്ലാം മാറ്റിവെച്ച് അവിടേക്ക് കുതിച്ചു. ചളിയും കല്ലും നിറഞ്ഞ വഴികളിലൂടെ കലാപം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ആളുകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് 77 വയസ്സുകാരനായ വൃദ്ധൻ നടന്നു. ആഴ്ചകൾ നീണ്ട സന്ദർശനത്തിൽ അദ്ദേഹം 116 നാഴിക മിക്കപ്പോഴും നഗ്നപാതനായി തന്നെ നടന്നു. 100ഓളം ഗ്രാമയോഗങ്ങളിൽ പങ്കെടുത്തു. ബംഗാളിൽ നിന്ന് പിന്നെ ബീഹാറിലേക്കും ബീഹാറിൽ നിന്ന് പിന്നെ ദില്ലിയിലേക്കും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു ഗാന്ധി. സ്വാതന്ത്ര്യത്തിന് 2 ആഴ്ച ബാക്കിയുള്ളപ്പോൾ ഗാന്ധി ദില്ലി വിട്ടു. 4 ദിവസം കാശ്മീരിൽ തങ്ങിയ ശേഷം അദ്ദേഹം കൊൽക്കത്തയിലേക്ക് തീവണ്ടി കയറി. അവിടെ ആരംഭിച്ച കലാപം ഒരു വർഷമായിട്ടും കെട്ടടങ്ങിയിരുന്നില്ല. ഓഗസ്റ്റ് 15 ഉപവാസവും പ്രാർത്ഥനയുമായി കഴിയാൻ ഗാന്ധി തീരുമാനിച്ചു. അന്ന് ഉച്ചയോടെ മിക്കവാറും അവിശ്വസനീയമായ കാഴ്ചയാണ് ഉണ്ടായത്. ജനങ്ങൾ വലിയ ആഘോഷത്തിലാണ് എന്ന റിപ്പോർട്ടാണ് ഗാന്ധിക്ക് കിട്ടിയത്. അതും കൊൽക്കത്തയിലെ ഏറ്റവും അധികം കലാപബാധിത പ്രദേശങ്ങളിലും തെരുവുകളിലും ഇടവഴികളിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്നുകൊണ്ട് വിജയ കമാനങ്ങളും കൊടിതോരണങ്ങളും പനയോലകളും ഉയർത്തി അലങ്കരിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് തെരുവുകളിൽ ജയ് ഹിന്ദ് വിളിച്ച് സഞ്ചരിച്ചു. ആളുകൾ സൗഹാർദ്ദത്തോടെയും ആഹ്ലാദത്തോടെയും പ്രതികരിച്ചത് ഗാന്ധിയെ സന്തോഷത്തിലാഴ്ത്തി. അദ്ദേഹം പ്രാർത്ഥനായോഗം വിളിച്ചുകൂട്ടി. പമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനായോഗം നടന്നു. ആ ദിവസം ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രകടിപ്പിച്ച സ്നേഹവും ഹൃദയവായ്പും കണ്ട സന്തോഷം ഗാന്ധി പരിപാടിയിൽ പങ്കുവച്ചു. ഓഗസ്റ്റ് 15 കൊൽക്കത്ത ശാന്തമായിരുന്നു എന്നത് തന്നെ ആശ്വാസവും ആശ്ചര്യവും ഉളവാക്കുന്നതായിരുന്നു. കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഏതാനും ആഴ്ചകൾ നഗരം ആകെ അസ്വസ്ഥതയുടെ മുൾമുനയിലായിരുന്നു. വിഭജന കരാർ അനുസരിച്ച് ബംഗാൾ വെട്ടിമുറിക്കപ്പെട്ടു. കിഴക്കൻ ഭാഗം പാകിസ്ഥാനിലും പടിഞ്ഞാറൻ ഭാഗം ഇന്ത്യയിലുമായി. പ്രവിശ്യയിലെ ഏറ്റവും മുന്തിയ നഗരമായ കൊൽക്കത്ത ആർക്ക് എന്ന തർക്കത്തിന് അതിർത്തി കമ്മീഷൻ അത് ഇന്ത്യക്ക് നൽകാനാണ് തീരുമാനിച്ചത്. അത് സ്വതന്ത്ര തലേന്ന് വലിയ അക്രമം സൃഷ്ടിച്ചേക്കുമെന്ന ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ കൊൽക്കത്ത അന്നേ ദിവസം ഓഗസ്റ്റ് 15 ശാന്തമായി തുടർന്നു. അതേസമയം പഞ്ചാബിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടേയിരുന്നു.